സമയം ഒരുപാടായി. ഇനി ചെന്നില്ലെങ്കില് ഞാൻ ഇവിടെ പോയിന്ന് വീട്ടിലുള്ളവർ സംശയിക്കും. ഇപ്പൊ തന്നെ ദേ 1-2 കോള് വന്നു കഴിഞ്ഞു. ഇടയ്ക്കൊക്കെ മാറി നിൽക്കാൻ പറ്റില്ലേ കണ്ണേട്ടന്? അതിന് തക്കതായ സാഹചര്യം വരട്ടെ, എന്നിട്ടേ മാറിയെന്നോളാം. പിന്നെ താൻ ഇവിടെ ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല. ടെൻഷനില്ലേ? എന്നിട്ടാണോ ഇടയ്ക്ക് വിളിച്ച് ഒറ്റപ്പെട്ട പോലൊരു ഫീലാണെന്നൊക്കെ പറയുന്നത്? അത് പിന്നെ ഏതു നേരം എൻ്റെ അടുത്തിരുന്ന ആള് പെട്ടെന്ന് അകന്നു പോയതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അതിനി കുറച്ചു ദിവസം കൂടി തുടരും. ഇനി 8 മാസം എന്ന് പറയുന്നത് പെട്ടെന്നങ്ങ് പോവുമല്ലോ. അതിനുശേഷം താൻ എൻ്റെ അടുത്ത് തന്നെ കാണുമല്ലോ. പിന്നെ ഞാൻ അനന്തോനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജനിക്കുന്ന കുഞ്ഞിന് നമ്മൾ അച്ഛനും അമ്മയാണെങ്കിൽ അവനും അവന്റെ ഭാര്യയും രണ്ടാനച്ഛനും രണ്ടാനമ്മയായിരിക്കുമെന്ന്. നമ്മൾ ജോലിക്ക് വന്ന സമയത്ത് കുഞ്ഞിനെ ലേഖയിടയിൽ കൊടുക്കാന്നും പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് ഒരു എതിർപ്പുമില്ല കണ്ണേട്ടാ. ഞാൻ കണ്ണേട്ടൻ്റെ അടുത്തുനിന്ന് ഇങ്ങോട്ട് വന്നപ്പോ കണ്ണേട്ടന് എത്ര വേദനിച്ചോ അതിന്റെ ഇരട്ടി വേദനയായിരിക്കും ഞാൻ ഇവിടുന്ന് കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോ ലേഖയ്ക്കും അനന്തേട്ടനും ഒക്കെ. സത്യം പറയണമല്ലോ, ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെ കിട്ടുന്നത് ഒരു ഭാഗ്യ കണ്ണേട്ടാ. എന്റെ കൂടെ പഠിച്ച എല്ലാ കൂട്ടുകാരും അങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്റെ ബന്ധുക്കളാ എന്നും എന്റെ ശത്രുക്കളായി നിന്നിട്ടുള്ളത്. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാ. നമ്മുടെ സ്വത്തിൽ ആർത്തി കൊണ്ട് നടക്കുന്നവരാ നമ്മുടെ ശരിക്കുള്ള എതിരാളികൾ. അവര് നമ്മുടെ ഏത് തകർച്ച ആസ്വദിക്കും. നമ്മുടെ മരണസമയത്ത് ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി കരഞ്ഞിട്ട് ആരുമില്ലാത്തപ്പോ അതൊരു ആഘോഷമാക്കി മാറ്റും. എന്നാ ഞാൻ പോട്ടെ. ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. ശരി കണ്ണേട്ടാ, ഇവിടെ ഞാൻ സേഫാ. കണ്ണേട്ടാ സൂക്ഷിക്കണേ, ചുറ്റിന് ശത്രുക്കളുണ്ട്. അവരൊക്കെ ഇപ്പൊ കണ്ണേട്ടനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും എപ്പോഴാ സത്യം തിരിച്ചറിയുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇനി അതറിഞ്ഞാലും അവരെല്ലാം അത് മനസ്സിൽ വെക്കത്തേ ഉള്ളൂ, ഒന്നും തുറന്നു പറയില്ല. അതൊക്കെ ഓർമ്മ വേണം. നമ്മുടെ കുഞ്ഞിന്റെ സുഖമായ ജനനത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഈ നാടകമൊക്കെ കളിക്കുന്നത്. താൻ തൻ്റെ ആരോഗ്യം നോക്കിയാൽ മതി, എന്നെപ്പറ്റി ചിന്തിക്കണ്ട. ഞാൻ പോട്ടെ.